ഹലോ ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എനിക്കറിയില്ല. പക്ഷേ ഗുഡ് പെർഫ്യൂം ലൈറ്റ് ആൻഡ് സപ്യം, പക്ഷേ എപ്പോഴും ഒടിക്കില്ല കേട്ടോ, അതൊക്കെ പക്ഷേ. പാലസ് ഓഫ് ഇല്യൂഷൻസ് ബൈ ചിത്ര ബാനർജി ദിവ കരുണി. അതൊരു കൽക്കട്ട റിലേറ്റഡ് നെയിമാണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റാ. പക്ഷേ ഈ ബുക്കിനെ കുറിച്ച് എനിക്കിന്ന് പറയണമെന്ന് തോന്നി. ഞാനിത് ഫുള്ള് വായിച്ച് തീർത്തിട്ടില്ല, പക്ഷേ ഞാൻ ഇപ്പം ഇന്ന് തീരും. എന്നാലും ഐ റിയലി എൻജോയ് ദിസ് ബുക്ക്. ഈ ബുക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചിത്ര ബാനർജി പുള്ളിക്കാരിനെ കുറിച്ച് ഇച്ചിരി കാര്യങ്ങൾ എനിക്ക് ഘോരമായി സംസാരിക്കണമെന്നുണ്ട്. നല്ലൊരു ഓഥറാണ്, വെൽ റിനൗൺഡ് ആയിട്ടൊരു ഓഥറാണ്. അത്യാവശ്യം ഫെമിനിസ്റ്റ് ലോകത്തൊക്കെ എല്ലാവർക്കും അറിയപ്പെടുന്നൊരു റൈറ്ററാണ്. ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ കഥകൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഇച്ചിരി ബ്രീഫായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബോൺ അമേരിക്കൻ ഓഥർ. ഒരുപാട് എനിക്ക് 2 സിനിമയിലൊക്കെ അവിടെ അമേരിക്കയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ ബുക്ക് അവാർഡ്സിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ദി അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഭയങ്കര ഫേമസ് ആയിരുന്നു. ഓഫ്കോഴ്സ് അതിനകത്ത് ഒരു ഫെമിനിസ്റ്റിക് അപ്രോച്ച്, അല്ലെ ഒരു ഒപ്രസ്ഡ് അല്ലെങ്കിൽ മെയിൽ പേട്രിയാർക്കിയൽ സൊസൈറ്റിക്കെതിരെ ഒരു ഫീമെയിൽ റൈറ്റർ പുള്ളിക്കാരിയുടെ രോക്ഷവും വിമർശനവും കാര്യങ്ങളൊക്കെ എന്താ പറയുക എക്സ്പ്രസ് ചെയ്യുന്നൊരു ഡയലക്റ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ ദി അറേഞ്ച് മാരേജ്. നല്ല ബുക്ക് കേട്ടോ, എല്ലാവരും വായിക്കേണ്ട സാധനമാണ്. ഇതിനകത്തും ഏറെക്കുറെ അങ്ങനത്തെ ഒരു സാധനമാണ്. പാലസ് ഓഫ് ഇല്യൂഷൻ എന്ന് പറയുന്നത് മഹാഭാരതത്തിൻ്റെ ഒരു ഇൻ്റർപ്രട്ടേഷനാണ്. ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ദ്രൗപദി അല്ലെങ്കിൽ പാഞ്ചാലി എന്ന് പറയുന്ന, നമുക്കറിയാമല്ലോ 5 ബച്ചന്മാരുടെ വൈഫ് പാഞ്ചാലിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കഥ കൊണ്ടുപോകുന്നൊരു ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മഹാഭാരത്. റിയലി നൈസ് ബുക്ക്. ആദ്യമേ തന്നെ ഇതിനകത്ത് കഥ ഞാൻ ഒരുപാടൊന്നും കഥ പറയുന്നില്ല, മഹാഭാരതത്തിൻ്റെ കഥ തന്നെ പാഞ്ചാലിയുടെ പെർസ്പെക്റ്റീവ് പറയുന്നു, ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഈ ബുക്ക് സജസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ ബുക്ക് പാഞ്ചാലിയുടെ പെർസ്പെക്റ്റീവിൽ കഥ പറയുകയാണെങ്കിലും ഭയങ്കര ഫെമിനിസ്റ്റിക് റൈറ്ററിൽ നമ്മളെ ചില റൈറ്റേഴ്സ്, ഞാൻ സത്യസന്ധമായ ചില ഫീമെയിൽ ഓതേഴ്സിൻ്റെ ഫെമിനിസ്റ്റിക് പീസ് ഓഫ് ലിറ്ററേച്ചറിലെ ആർട്ടൊക്കെ കാണുമ്പം ഈ മാൻ ഹെയ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഇത് കറക്റ്റായിട്ട് ദ്രൗപദിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കഥ പറയുന്നു, അത്രേ ഉള്ളൂ. ദ്രൗപദി ഫോർ എക്സാമ്പിൾ, പുള്ളിക്കാരി ഫയറി റിച്വൽസിൽ നിന്ന് ജനിച്ചു. അതുപോലെ തന്നെ എന്താ പറയുക, പാലസിൽ ഇച്ചിരി ഒപ്രസ്ഡ് ആയിരുന്നു. ഒരു പ്രിൻസസ്, അതും ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ളൊരു പ്രിൻസസ്സിന് എങ്ങനെ ആ ഒരു പാലസിലും അവിടുത്തെ സിറ്റുവേഷൻസിനകത്തും ഒക്കെ എന്താ പറയണം ഞൊഴിഞ്ഞു പോകുന്നതും അതിജീവിക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഇതിനകത്ത് കൃഷ്ണനെ ഭയങ്കര ഒരു കിടിലം ക്യാരക്ടറായിട്ട് എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നിയത്. ധൃതരാഷ്ട്രനെ നല്ലോണം എഴുതിയിട്ടുണ്ട്, കൃഷ്ണനെയും നല്ലൊരു എന്താ പറയുക, ദ ഹോളി ലീല ഗായ്, വെരി ഫൺ, എന്നാൽ ഭയങ്കര കണ്ണിങ്, എന്നാൽ ഭയങ്കര ചിൽ, എന്നാൽ ഭയങ്കര ദ ഓൾ നോയിങ്, എന്നാൽ ഭയങ്കര പ്ലേ ബോയ്. അങ്ങനെയുള്ള എന്താ പറയുന്നത്, ലൈഫ് ഫിൽഡ് വിത്ത് ലീല അറ്റ് ദ സെയിം ടൈം ദി മോസ്റ്റ് കണ്ണിങ്, ക്യൂരേഷ്യസ്, ദി ഈവിൾ, ദി കർമ്മ ബെയറർ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ കൃഷ്ണനെ എന്തുള്ളത് നിങ്ങൾ പറയാം, നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ. പക്ഷേ ഇതിനകത്ത് കൃഷ്ണനെ സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനകത്ത് കൃഷ്ണനകത്ത് എഴുതിയിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് ലാംഗ്വേജ് ആൻഡ് റീഡബിലിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഒട്ടും കട്ടിയുള്ള ഇംഗ്ലീഷില്ല, വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ്. അമേരിക്കൻ ഓഥർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് വായിക്കാത്ത ഇംഗ്ലീഷാണ്. അതേസമയം ഇംഗ്ലീഷ് പണ്ടത്തെ 90കളിലെ ഓഥറൊക്കെയാണെങ്കിൽ ഇച്ചിരി കട്ടി വാക്കുകളും ഈ ജർമ്മൻ മാനുസ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് തർജ്ജിമ ചെയ്ത് ഇംഗ്ലീഷിലൊക്കെയാണ്, കട്ടി വാക്കുകളൊന്നുമില്ല. വളരെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് തന്നെ നല്ല സുഖമായിട്ട് വായിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഫോളോ അപ്പ് ചെയ്യാൻ എളുപ്പമാണ്. കഥയ്ക്കും കാര്യങ്ങൾക്ക് എല്ലാം ഒരു സ്ട്രക്ചേർഡ് ഫ്ലോ ഉണ്ട്. ഒരു കഥ പോലെ നമുക്ക് വായിച്ചു പോകാം. ബോറടിക്കുമെന്ന് വെച്ചാൽ അത്യാവശ്യം ബോറടിക്കത്തേ ഇല്ലാത്ത രീതിയിലാണ് ചിത്ര ബാനർജി ഈ കഥയെല്ലാം നറേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഡയലക്റ്റ് എന്ന് ഞാൻ പറയുന്നത്, ഈ ബുക്കിന് അതിൻ്റെതായ ഒരു ചാമുണ്ടെന്ന് വെച്ചാൽ, എപ്പം നിങ്ങൾ വായിച്ച് നിർത്തിയാലും അവിടെ ഒരു ഹുക്ക് പോയിന്റ് ഇട്ടിട്ടായിരിക്കും നമ്മുടെ എന്താ പറയുക റൈറ്റർ ആ കഥ അല്ലെങ്കിൽ ചാപ്റ്റർ കൊണ്ട് എൻഡ് ചെയ്യുന്നത്. ചാപ്റ്റർ വൈസ് ആണ് ഇത് പോയേക്കുന്നത്. ഞാൻ ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ വായിച്ചു തരാം. ഇതിനകത്ത് ഒരുപാട് കോൺവെർസേഷൻ ആണ് കേട്ടോ. അതിനകത്തൊരു 60 to 70%
ക്യാരക്ടർ എ, ക്യാരക്ടർ ബി, ക്യാരക്ടർ സി, ക്യാരക്ടർ ഡി, ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് ആണ്. അങ്ങനെയാണ് കഥ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നത്. സോ ലിറ്ററലി നിങ്ങൾക്കൊരു വിഷ്വൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ഇമാജിൻ ചെയ്ത് കഥ പോലെ സിനിമ കാണുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു ബുക്കാണ്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയുന്നതിലൊരു ചമ്മലില്ല. പിന്നെ വേറെ കാര്യം, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ഒന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം. ജസ്റ്റ് ഇതിൻ്റെ ഇംഗ്ലീഷൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി. ഇതിനകത്ത് കോൺവെർസേഷൻ കുറവുള്ളൊരു ബുക്ക്. ഇതൊരു ഇൻസൈഡ് തോട്ടാണ് നമ്മുടെ ദ്രൗപദി അല്ല പാഞ്ചാലിയുടെ. I didn't speak to the sage again for many years, though I heard of him from time to time. I learned his name, Vyasya, the compendious, because of many hefty books he'd written. Vyasya the seer, born on a dark island of a union between ascetic and a fisher princess. On my wedding day, I would see him in the marriage hall. കണ്ടോ, ഭയങ്കര എളുപ്പമായിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് എല്ലാവരും വായിച്ചിരിക്കുന്നത്. സി ഗൈസ്, ഞാൻ ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ, മഹാഭാരതമൊക്കെ കഥയൊക്കെ അറിയാൻ താല്പര്യമുണ്ട്, പക്ഷേ ടു ബോറിങ് ലിറ്ററൽ കാര്യങ്ങളിൽ എന്താ പറയണ ക്ലീശേ മഹാഭാരത കഥകൾ വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഗൈസ് ജനുവിൻലി ഈ സാധനം എടുത്ത് വായിച്ചു. അത് ഭയങ്കര ക്ലീശ ഒന്നുമല്ല, ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവ് ആൻഡ് ഫ്രഷ് ടേക്ക് ഓൺ മഹാഭാരതം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ആർക്കൊക്കെ വായിക്കണമെന്ന് വെച്ചാൽ, എസ്പെഷ്യലി ഹിന്ദു മിത്തോളജി, അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജി എന്ന് പറഞ്ഞ ആസ്പെക്റ്റ് കട്ട് ചെയ്ത് വെച്ചാൽ നല്ലൊരു ബുക്ക്, ബോറടിക്കാതെ കുറച്ച് കഥയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഹിന്ദു മിത്തോളജി അറിയുന്നൊരു പ്ലസ് പോയിന്റും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ you can buy this book. This is Palace of Illusion by Chitra Banerjee Devakukaurni. അത് പ്രൊനൗൺസിയേഷൻ തെറ്റാണ്. എന്നാലും this is Sri here. Talk to you guys later. Subscribe for more പെർഫ്യൂം റിലേറ്റഡ്, അതേപോലെ വാച്ച് റിലേറ്റഡ് അല്ലെങ്കിൽ ബുക്ക് റിലേറ്റഡ് റിവ്യൂ. ഗൈസ് അത് കമൻറ്റ് ഡൗൺ ചെയ്യാം കേട്ടോ, ഏത് ബുക്ക് ഞാൻ അടുത്ത് സജസ്റ്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് എന്ത് വാച്ച് കണ്ടന്റ് ആണോ വേണ്ടത്, പെർഫ്യൂം കണ്ടന്റ് ആണോ, എന്താ വേണ്ടത്, ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ലവ് യു. ബൈ.